കഴിഞ്ഞ ദിവസം ആയിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനു വേണ്ടി കേരളത്തിലേക്ക് എത്തിയത്. യുഡിഎഫിന്റെ ക്യാമ്പയിന്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നത് കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണം എന്നതാണ് തന്റെ ആഗ്രഹം എന്നുള്ളതായിരുന്നു. അത് പറയുമ്പോൾ ഒരുപക്ഷെ ആ ചടങ്ങിൽ കേൾവിക്കാരായി ഉണ്ടായിരുന്നതിൽ ബഹുഭൂരിപക്ഷവും പുരുഷന്മാർ ആയിരുന്നു. അവിടെ കയ്യടികൾ ഉയർന്നത് സ്ത്രീകളിൽ നിന്ന് മാത്രമായിരുന്നു. പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് കയ്യടികൾ പോലും ഉണ്ടായില്ല എന്നുകൂടി രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ച പശ്ചാത്തലമുണ്ട്. നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് രാഹുൽ ഇന്നലെ അത്തരത്തിൽ ഒരു പരാമർശം നടത്തുമ്പോൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി എന്നത് സമീപകാല രാഷ്ട്രീയത്തിൽ സാധ്യമാകുന്ന ഒന്നാണോ? അതിനപ്പുറത്ത് അങ്ങനെയൊരു മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാണിക്കാൻ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് സാധിക്കുന്നുണ്ടോ? ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക് അത്തരത്തിൽ ഉയർത്തിക്കാണിക്കാൻ പറ്റുന്ന വനിതാ മുഖങ്ങൾ ഉണ്ടോ? അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചത് കേവലമായ രാഷ്ട്രീയ സാഹചര്യത്തിനെ മുതലെടുത്തുകൊണ്ടുള്ള ഒരു പ്രതികരണമാണോ? അതിനപ്പുറത്തുള്ള ആത്മാർത്ഥമായ നിരീക്ഷണമാണോ? നമ്മൾ വിശദമായി പരിശോധിക്കുന്നു. ആദ്യം രാഹുലിന്റെ വാക്കുകളിലേക്ക് തന്നെ. We want you to be participants in Kerala. In fact, I'm looking forward to the day when we have a woman chief minister of Kerala. See, the men are not clapping so loudly. Women are clapping loudly. So we want the women of Kerala to be able to fulfill their dreams. Whatever they want to do, we want them to succeed. Whatever job they want to do. എന്നോടൊപ്പം MG രേണുകയും ചേരുന്നുണ്ട്. ഞാൻ രേണുകയിലേക്ക് പോകുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി തന്നെ പറയുന്നു, നിങ്ങൾ ഉച്ചത്തിൽ കൈയടിക്കൂ എന്ന് പറയുമ്പോൾ പോലും പുരുഷന്മാർ അതിന് തയ്യാറായില്ല. അവിടെ എനിക്കുണ്ടാകുന്ന സംശയം രേണുക, കഴിഞ്ഞ ദിവസം അതായത് രാഹുൽ എത്തുന്നതിന് മുമ്പ് കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരുന്നു. പാലക്കാടാണ് നരേന്ദ്രമോദി എത്തിയത്. നരേന്ദ്രമോദിയും സ്ത്രീ വിഷയം കൃത്യമായി പറഞ്ഞു. അത് മണ്ഡലത്തിലെ സ്ത്രീ വിഷയം തന്നെയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് പാലക്കാട് മണ്ഡലത്തിലെ അതിന് നൽകിയ മറുപടിയാണോ എന്ന് കൂടി സംശയിക്കേണ്ടതുണ്ട്. അതിലേക്ക് വരാം. എന്തായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്? एनडीए ने अपने संकल्प की वजह से एक साधारण परिवार की बेटी को देश के सर्वोच्च पद तक पहुंचाया। दूसरी ओर कांग्रेस पालक्काड़ में ही आपने देखा है इनके नेता ही महिलाओं की सुरक्षा के लिए खतरा बन गए हैं। कल ही कांग्रेस को अपने एक और नेता को महिला शोषण के गंभीर आरोप के बाद मजबूरी में पार्टी से निकालना पड़ा है। यही इन पार्टियों की सच्चाई है जिससे केरल की महिलाओं को सावधान रहना है. യെസ്, ഇതായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ഇങ്ങനെയൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണല്ലോ രേണുക രാഹുൽ ഗാന്ധിയും സംസാരിച്ചത്. രേണുകയുടെ ഒരു നിരീക്ഷണം എന്താണ്? അതായത് രാഹുൽ ഗാന്ധി ഈ പറഞ്ഞതിനെ സ്വാഗതം ചെയ്യേണ്ടതാണ്. അതിലാർക്കും തർക്കമൊന്നും ഉണ്ടാകില്ല. പ്രത്യേകിച്ച് വനിതാ സംവരണ ബിൽ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ കേരളത്തിൽ ഇങ്ങനെയൊന്ന് വീണ്ടും ചർച്ചയാക്കുമ്പോൾ രാഹുൽ ഉദ്ദേശിക്കുന്നത് എന്താകും എന്നാണ് രേണുക പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഇത് പറയുമ്പോൾ അത് ഏറ്റവും സ്വീകരിക്കപ്പെടേണ്ടതാണ്. ഒരു വനിത, ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാനും അത് എന്റെയും ഒരു സ്വപ്നമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി അത് മെൻഷൻ ചെയ്യുന്നു, അതും ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ മെൻഷൻ ചെയ്യുന്നു എന്നത് സ്വാഗതാർഹമാണ്, സന്തോഷമാണ്. പക്ഷേ എന്താണ് രാഹുൽ ഗാന്ധി ലക്ഷ്യം വെച്ചത് എന്നൊരു ചോദ്യമുണ്ട്. എന്ത് ആത്മാർത്ഥമായ നിലപാടുകളാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു സ്വപ്നത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഏറ്റവും ഒടുവിൽ ഇവിടെ ഉണ്ടായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയാണ്. അവിടെ ഉൾപ്പെടെ വളരെ തുച്ഛം, ഏതാണ്ട് 9% സ്ത്രീകളെ മാത്രമാണ് മത്സര രംഗത്ത് കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത്. അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ ആത്മാർത്ഥതയും ഈ പറഞ്ഞതും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും എന്നൊരു ചോദ്യം ഉണ്ടാകുന്നത്. അവിടെ രാഹുൽ വോട്ട് ലക്ഷ്യം വെച്ച് ആണോ? ഇവിടെ കേരളത്തിൽ 52% സ്ത്രീകളാണ് വോട്ട് രേഖപ്പെടുത്താനിരിക്കുന്നത്. അപ്പോൾ 52% വരുന്ന സ്ത്രീകളെ ലക്ഷ്യമിടാൻ വേണ്ടി വെറും വാക്ക് പറഞ്ഞതാണോ രാഹുൽ ഗാന്ധി എന്നൊരു സംശയം വരുന്നു. അല്ലെങ്കിൽ KP സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി പാലക്കാട് വന്ന് പറയുന്നു സ്ത്രീ സുരക്ഷ ഒരു വിഷയമാണ്, കോൺഗ്രസിന് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ പറ്റുന്നില്ല, കോൺഗ്രസിന്റെ ചിലർ സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നാണ് പറയുന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അവിടെ മറ്റൊരു നേതാവിന്റെ പേരും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒന്നുകിൽ അത്, അല്ല എങ്കിൽ കോൺഗ്രസിലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി പിടിവലി കൂടുന്ന നേതാക്കൾക്കുള്ള ഒരു മുന്നറിയിപ്പ് രാഹുൽ ഗാന്ധി നൽകി എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും രേണുക, ഈ പാലക്കാടിന് ശേഷം പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഒരു പരിധി ഉണ്ടായിരുന്നു. അത് കോൺഗ്രസിന്റെ മുഖമായിരുന്ന പത്മജ വേണുഗോപാലായിരുന്നു. ആ പത്മജ വേണുഗോപാലിനോടൊപ്പമാണ് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തിയത് എന്നതുകൂടിയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ചോദിച്ചത്, അതൊരു പക്ഷേ പ്രധാനമന്ത്രിക്ക് കൂടി നൽകിയൊരു മറുപടിയാണോ? അതായത് സ്ത്രീകൾക്ക് എന്തു പരിഗണന BJP നൽകുന്നു എന്ന്
അദ്ദേഹം സൂചിപ്പിച്ചു. അതായത് ഒരു സാധാരണ വീട്ടിൽ ജനിച്ച ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു സ്ത്രീയാണ് ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആയിട്ടുള്ളത്. പ്രഥമ വനിത എന്ന നിലയിൽ ഉള്ള ഒരു പ്രതികരണം കൂടി പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. തീർച്ചയായും അവിടെ നോക്കുമ്പോൾ പത്മജയുടെ അതിനുശേഷമുള്ള പ്രതികരണം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. പത്മജ വേണുഗോപാൽ പറയുന്നത്, എനിക്ക് പ്രധാനമന്ത്രിക്കൊപ്പം വാഹനത്തിൽ പോകാൻ പറ്റി, അത് വളരെ പ്രാധാന്യമാണ്, പ്രാധാന്യത്തോടെ തൃശ്ശൂരിനെ കാണുന്നുണ്ട്, എന്നെ കാണുന്നുണ്ട്, അതൊക്കെ കൊണ്ടാണ് എനിക്ക് വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷം എന്നൊക്കെ പത്മജ വേണുഗോപാൽ പറഞ്ഞിട്ട് പറയുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് എനിക്ക് വാഹനത്തിൽ കയറാൻ പറ്റിയില്ല, കാരണം എന്നെ കയറ്റിയില്ല കോൺഗ്രസിന്റെ അന്നുണ്ടായിരുന്നവർ എംപിമാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിഷമം പറയുന്നുണ്ട് മുൻ അനുഭവവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട് പല മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും. കേരളത്തിൽ പൊതുവെ ഈ സ്ത്രീകളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്നിട്ടുള്ള പാകപ്പിഴകൾ വലിയ സംസാര വിഷയമാണ്. ഒരു വനിതാ മുഖ്യമന്ത്രി എന്നത് കെ ശൈലജയെ ചൂണ്ടി വലിയ ചർച്ചയായി ഒരു ഭാഗത്തുണ്ട്. ഈ സാഹചര്യത്തിലൊക്കെ ആ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒരു നിലപാട് പറഞ്ഞ് കയ്യടി മേടിക്കുക എന്നതാണ് രാഹുൽ ശ്രമിച്ചിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. യെസ്, തീർച്ചയായും അവിടെ ഇടതുപക്ഷത്ത് ആണ്. ഒരുപക്ഷെ ഒരു വനിതാ മുഖ്യമന്ത്രിയെ കുറിച്ച് കേരള രാഷ്ട്രീയം ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഇടതുപക്ഷത്തിനാണ്, അതിൽ തന്നെ CPM-നാണ് എന്നത് നമ്മൾ തുറന്ന് സമ്മതിക്കേണ്ട ഒന്നാണ്. ഒരുപക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയ ഇന്നലകൾ പരിശോധിച്ചാലും തലയെടുപ്പുള്ള വനിതകൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ളത് CPM-ൽ നിന്ന് തന്നെയാണ്. ഒരു പക്ഷേ മൂന്നാം പിണറായി വിജയൻ സർക്കാർ എന്നതാണല്ലോ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യം. അപ്പോൾ ആ മുദ്രാവാക്യത്തിനിടയിൽ പോലും ഒരു വനിതാ മുഖ്യമന്ത്രിയെ ഇടതുപക്ഷത്തിന് സമ്മാനിക്കാൻ സാധിക്കില്ലേ എന്ന ചോദ്യമുണ്ട്. രേണുക, നമ്മൾ ആ നിരീക്ഷണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് പ്രേക്ഷകരുമായി മറ്റ് ചില ഡേറ്റകൾ കൂടി. ഒരു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് മുമ്പ് ന്യൂസ് 18 തന്നെ ഈ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. എന്തുകൊണ്ട് കേരളത്തിൽ രേണുക സൂചിപ്പിച്ചതുപോലെ 52% വോട്ടർമാർ വനിതകളായിട്ടുള്ള, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സാക്ഷരത നേടിയിട്ടുള്ള ജനത, ഏറ്റവും സാമൂഹികമായി ഉന്നമനം പുലർത്തുന്ന ഒരു ജനതയ്ക്ക് അത് മാത്രമല്ല അഭിലാഷ്, നോക്കൂ, 33% സംവരണം ഉടൻ നടപ്പാക്കണമെന്ന് നിലപാടെടുത്ത രാഷ്ട്രീയ പാർട്ടികളാണ്. CPM ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ. അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 33% സംവരണം ഉണ്ടാക്കിയില്ല, അല്ലെങ്കിൽ അത് കൊണ്ടുവരാൻ സ്വമേധയാ തയ്യാറായില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതിൽ നിന്ന് വളരെ പിന്നോട്ട് പോകുന്ന സമീപനം സ്വീകരിക്കുന്നു എന്നതുകൂടിയുണ്ട്. യെസ്, എന്തായാലും നമ്മൾ ആ ഡേറ്റയിലേക്ക് വളരെ പെട്ടെന്ന് പോകുമ്പോൾ ഇത്തവണ, അതായത് ഒരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ മണ്ഡല പുനർനിർണ്ണയം നടന്നേക്കാം, സീറ്റുകളുടെ എണ്ണം കൂടിയേക്കാം. എന്തായാലും 140 നിയമസഭാ സീറ്റുകൾ ഉള്ള കേരളത്തിൽ CPIM 86 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പോലും CPIM ആകെ മത്സരിപ്പിക്കുന്നത് കേവലം 9 വനിതകളെ മാത്രമാണ് എന്നതാണ് കണക്ക്. CPI ആണ് ഈ പാർട്ടികളിൽ, അതായത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും മെച്ചം എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. കാരണം 25 സ്ഥാനാർത്ഥികളിൽ 5 വനിതകളെ മത്സരിപ്പിക്കുമ്പോൾ അത് 20% എന്നതാണ്. അതോടൊപ്പം തന്നെ വനിതാ സ്ഥാനാർത്ഥികളുടെ ആകെ പട്ടിക LDF-ൽ പരിശോധിച്ചാൽ എല്ലാ ഘടകകക്ഷികളും ഉൾപ്പെടെ കേവലം 18 സ്ഥാനാർത്ഥികളെ മാത്രമാണ് മത്സരിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ, കോൺഗ്രസിൽ നമ്മൾ വിശദമായി പരിശോധിക്കുന്നുണ്ട് എങ്കിൽ കൂടി കോൺഗ്രസിൽ 92 സ്ഥാനാർത്ഥികളിൽ കേവലം 9 പേരെ മത്സരിപ്പിക്കുമ്പോൾ നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 10%-ൽ താഴെ മാത്രം സ്ഥാനാർത്ഥികളാണ് വനിതകളായി കോൺഗ്രസിനുള്ളത്. ആ കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയാണ് വനിതാ മുഖ്യമന്ത്രിയെ കുറിച്ച് സംസാരിച്ചത്. മുസ്ലിം ലീഗിൽ ഇപ്പോൾ വനിതാ സ്ഥാനാർത്ഥികൾ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടെയും വനിതകൾക്ക് കേവലം 2 വനിതകൾക്ക് ഇടം നൽകി എന്നത് മാത്രമാണ് അവകാശപ്പെടാനുള്ളത്. അങ്ങനെ UDF-ന്റെ പട്ടിക പരിശോധിച്ചാൽ കേവലം 12 വനിതകൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. BJP ആണ് മറ്റൊരു സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുമ്പോൾ മെച്ചപ്പെട്ട് നിൽക്കുന്നത്. പക്ഷേ 98 സ്ഥാനാർത്ഥികളിൽ 14 വനിതകൾ മാത്രമേ BJP-ക്കും ഉള്ളൂ എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം NDAയുടെ മുഴുവൻ സ്ഥാനാർത്ഥികൾ, അതായത് 2020 അടക്കം NDAയുടെ ഘടകകക്ഷിയായി വന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ 17, അതായത് 140 സീറ്റുകളിൽ 17 പേർ, അങ്ങനെ പരിശോധിക്കുമ്പോൾ NDA ആണ് ഏറ്റവും കൂടുതൽ വനിതകളെ മത്സരിപ്പിക്കുന്നത്. അതുപോലും 140-ന്റെ 10% എന്നാൽ 14 ആണ്. അതിൽ 17 സീറ്റുകൾ എന്ന് പറയുമ്പോൾ 12-13% മാത്രമാണ് വനിതകൾക്ക് ഇടം നൽകിയിട്ടുള്ളത്. ഇവരിൽ എത്ര പേർ വിജയിക്കും എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആകെ സ്ഥാനാർത്ഥികൾ എന്നത് ഇപ്പോൾ വനിതകൾ കേവലം 47 എന്ന നിലയിലേക്ക് എത്തി നിൽക്കുന്നു. ഇതാണ് രേണുക മൊത്തത്തിൽ ഉള്ള ഒരു കണക്ക്. ഇവിടെയാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത്. ഇനി നമ്മൾ കോൺഗ്രസിന്റെ ഡേറ്റയിലേക്കാണ് പോകേണ്ടത്. എങ്കിൽ പോലും രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ ഈ ഇടതുമുന്നണിയിലാണല്ലോ സജീവമായി ചർച്ചകൾ നടക്കുന്നത്. ഒരു പക്ഷേ ഒരു വനിതാ മുഖ്യമന്ത്രിയെ ഉയർത്തി കാണിക്കുക, എനിക്ക് തോന്നുന്നു അതിൽ ശൈലജയാണ് എല്ലാവരും, കെ ശൈലജ എന്ന പേരും ആ മുഖവുമാണ് എല്ലാവരും ഉയർത്തി കാണിക്കുന്നത്. അപ്പോൾ അവിടെയും ഒരു ആശയക്കുഴപ്പം ഒരു സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം രാഹുലിനുണ്ടായിരുന്നു.
തീർച്ചയായിട്ടും ഉണ്ടാകാം. കാരണം തെരഞ്ഞെടുപ്പാണ്, ഏതൊരു സാഹചര്യവും ഉപയോഗപ്പെടുത്തുക എന്നത് നേതാക്കൾ ശ്രമിക്കും. ഇവിടെ ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ KK ശൈലജ വനിതാ മുഖ്യമന്ത്രി ആകുമോ എന്നുള്ള ചോദ്യം KK ശൈലജയോട് ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. KK ശൈലജ ഇത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല, വനിതാ മുഖ്യമന്ത്രിയാകുന്നു എന്നതിനപ്പുറം എങ്ങനെയാണ് നയങ്ങൾ രൂപപ്പെടുന്നത്, നയങ്ങൾ നടപ്പാക്കുന്നത് എന്നതിലാണ് പ്രാധാന്യമെന്നൊക്കെ KK ശൈലജ പറയുന്ന ഒരു സാഹചര്യവും ഒക്കെ നമുക്ക് മുന്നിലുണ്ട്. ഇവിടെ KK ശൈലജ ഇത്തവണ താരതമ്യേന ബുദ്ധിമുട്ടേറിയ ഒരു മണ്ഡലത്തിലേക്ക് മാറ്റിയിരിക്കുന്നു, പേരാവൂരിലേക്ക് മാറ്റിയിരിക്കുന്നു. അത് അവരെ പിന്നോട്ടടിക്കാനാണ്, അല്ലെങ്കിൽ അവരുടെ തോൽവി ഉറപ്പാക്കാനാണ്, അല്ലെങ്കിൽ അവർ ഒരു ഭീഷണിയായി ഉയർന്നു വരുന്നില്ല എന്ന് ഉറപ്പാക്കാനാണ് എന്ന തരത്തിലൊക്കെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. KK ശൈലജ അത് പൂർണ്ണമായും തള്ളുകയും താൻ മത്സര രംഗത്ത് സജീവമാണെന്നും താൻ ജനിച്ചു വളർന്ന ഇടമാണെന്നും അവിടെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം അത് പിടിക്കാനാണ് താൻ നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ പോലും പുറമേക്ക് ഇത്തരം ഒരു ചർച്ച നടക്കുന്നുണ്ട്. അത് ഒരു പണി കൊടുത്തതാണ് KK ശൈലജയ്ക്ക് എന്ന തരത്തിലാണ് ചർച്ചകൾ വരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യമുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രി പാലക്കാടിന്റെ മണ്ണിൽ വന്ന് പറഞ്ഞ സാഹചര്യം നിൽക്കുന്നു. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അത് 140 മണ്ഡലങ്ങളിലെയും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി തന്നെ ആ വിഷയം സൂചിപ്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിനെതിരെ ഒരു ചർച്ച ഉയർത്തി വരിക, തങ്ങളുടെ സമീപനം അതല്ല എന്ന് വരുത്തുക, കോൺഗ്രസ് എന്നും സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ് എന്ന് വരുത്താനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധി ഇവിടെ നടത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞതിന് ശേഷം ഉമാ തോമസ് ആകട്ടെ, ബിന്ദു കൃഷ്ണയാകട്ടെ, മത്സരരംഗത്തുള്ള വനിതാ സ്ഥാനാർത്ഥികളൊക്കെ കോൺഗ്രസ് എല്ലാ കാലത്തും സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ളതാണ്. ഒരു വനിതാ പ്രധാനമന്ത്രി ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസിന്റേതാണ്. തീർച്ചയായും അവിടെ രേണുക എന്തായാലും ഉമാ തോമസിന്റെയും ബിന്ദു കൃഷ്ണയുടെ ഒക്കെ പേര് സൂചിപ്പിച്ചതുകൊണ്ട് നമുക്ക് അതുകൂടി ഒന്ന് വിശദമായി പരിശോധിക്കാം. അതായത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പറയുന്നു, എന്റെ സ്വപ്നം ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവുക എന്നതാണ്. പക്ഷേ ഇത്തവണ ഏതൊക്കെ വനിതാ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് മത്സരരംഗത്ത് ഇറക്കിയിട്ടുള്ളത്? മാനന്തവാടി എന്നത് സംവരണമാണ്, ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെതാണ്. അവിടെ ഉഷാ വിജയൻ സ്ഥാനാർത്ഥിയായി വരുന്നു, കോൺഗ്രസിൻ്റേത് എന്നതാണ്. മറ്റൊന്ന് എലത്തൂരിൽ ആണ്, അവിടെ വിദ്യാ ബാലകൃഷ്ണൻ. തീർച്ചയായും വിദ്യാ ബാലകൃഷ്ണൻ സജീവമായി രാഷ്ട്രീയത്തിൽ ഉള്ള വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ആൾ കൂടിയാണ്. മറ്റൊന്ന് KA തുളസിയാണ്, കോങ്ങാടാണ്. അവിടെ ദളിത് സംവരണം ആണ്. അതോടൊപ്പം തന്നെ നിലവിലെ MP-യുടെ ഭാര്യയാണ് എങ്കിൽ പോലും അതിനൊക്കെ അപ്പുറത്ത്, ഭാര്യ എന്നതിന്റെ പരിഗണനയ്ക്ക് അപ്പുറത്ത് കൃത്യമായ രാഷ്ട്രീയം ഉള്ള, നേരത്തെയും തെരഞ്ഞെടുപ്പ് മത്സരങ്ങൾ ഇറങ്ങി ആളാണ്. ഉമാ തോമസ് അപ്രതീക്ഷിതമായി രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ്. അവിടെ PT തോമസിന്റെ മരണമായിരുന്നു ആ ഒരു കടന്നുവരവിന് കളം ഒരുക്കിയത് എന്നത് നമുക്കറിയാം. മറ്റൊരു സ്ഥാനാർത്ഥി എന്നത് ഷാനിമോൾ ഉസ്മാനാണ്. ഒരു പക്ഷേ അനൌദ്യോഗികമായെങ്കിലും ഞാനും രേണുകയും ഒക്കെ ആരെ സ്ഥാനാർത്ഥിയാക്കാൻ എന്ന് ചോദിച്ചപ്പോൾ രേണുക സൂചിപ്പിച്ച ഒരു പേര് കൂടിയാണ് ഷാനിമോൾ ഉസ്മാന്റേത് എന്നതാണ്. അഡ്വക്കേറ്റ് മുത്താര രാജാണ് മാവേലിക്കരയിൽ, അതും സംവരണ സീറ്റാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന് ഐഷ പോറ്റിയാണ്. ഐഷ പോറ്റി ഏത് രാഷ്ട്രീയമാണ് പിന്തുടരുന്നത് എന്ന് നമുക്കറിയാം. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഇടതുമുന്നണിയിൽ നിന്ന് UDF-ലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് എത്തിയത്. അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയാണ്. മഹിളാ കോൺഗ്രസിന്റെയൊക്കെ സംസ്ഥാന അധ്യക്ഷ പദവി അലങ്കരിച്ചിട്ടുള്ള സജീവമായി രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന പേർ തന്നെയാണ് ബിന്ദു കൃഷ്ണയുടേത്. രമ്യ ഹരിദാസും ഇത്തരത്തിൽ ടാലന്റ് ഷോയിലൂടെ, അല്ലെ, അതായത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ടാലന്റ് ഷോയിലൂടെയൊക്കെ കടന്നു വന്ന് അങ്ങനെ ദേശീയ നേതൃത്വത്തിന് അടക്കം ഇഷ്ടപ്പെട്ട ഒരാളായി മാറുകയും അങ്ങനെ രമ്യ ഹരിദാസിന് ഇടം നൽകുകയും MP-ആയി തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഇത്തവണ വിജയിക്കുമോ എന്നറിയില്ല. പക്ഷെ ചിറയൻകീഴ് പോലെയുള്ള ഒരു മണ്ഡലത്തിലാണ് രമ്യ പരീക്ഷണത്തിന് നിർത്തിയിട്ടുള്ളത് എന്നതാണ്. ഇതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് രേണുക. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അവർക്ക് വിജയസാധ്യതയുള്ള, അതാണ് ഫലത്തിൽ പുറത്തു വന്നതും എന്ന് നമുക്കറിയാം. ഏതാണ്ട് പൂർണ്ണമായും തന്നെ വിജയിച്ച, അവിടെ സുരേഷ് ഗോപിയും രാധാകൃഷ്ണനും മാത്രമാണ് UDF-ൻ്റെതല്ലാത്ത MP-മാർ എന്ന് പറയാം. അവിടെ ഇതാ ലോക്സഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് എങ്കിൽ പോലും രേണുക ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഒരു വനിതാ പ്രധാനമന്ത്രി, അത് ഇന്ദിരാഗാന്ധിയാണ്. ആ ഇന്ദിരാഗാന്ധിയുടെ അതേ രൂപവും ഭാവവും പിന്തുടർച്ചയും എന്നൊക്കെ കോൺഗ്രസ് അവകാശപ്പെടുന്ന പ്രിയങ്ക ഗാന്ധിയെ ലോക്സഭയിലേക്ക് എത്തിക്കണമെങ്കിൽ കേരളം വേണ്ടി വന്നു രാഹുൽ ഗാന്ധിക്ക് എന്നതാണ്. ഒപ്പം ഒരു പേര് കൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ, ജബി മേത്തറിൻ്റെതാണ്. അതായത് കേരളത്തിൽ നിന്ന് നിലവിൽ 2 വനിതകൾ മാത്രമാണ് പാർലമെന്റിൽ ഉള്ളത്. അത് ജബി മേത്തറും പ്രിയങ്ക ഗാന്ധിയും ആണ് എന്നിടത്താണ് രാഹുലിനെ പോലെ ഒരു നേതാവ് സ്വപ്നം കാണുമ്പോൾ അതിനുവേണ്ടി എന്ത് പണിയെടുക്കുന്നു എന്ന് കൂടി ചിന്തിക്കേണ്ടത്. തീർച്ചയായും ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ കണ്ട വനിതാ സ്ഥാനാർത്ഥികൾ എല്ലാവരും അവരവരുടെ നിലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ്. ഏതൊരു പുരുഷ സ്ഥാനാർത്ഥിക്കും ഒപ്പം കിടപിടിക്കാവുന്നവരാണ്. ആ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ ഉള്ളവരാണ്. അവരുടെ അവസരങ്ങൾ അവർ ആ രീതിയിൽ വിനിയോഗിക്കുന്നവരാണ്. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാണ്. ഇവർക്കൊന്നും അയോഗ്യതകളൊന്നുമില്ല. പക്ഷേ സമൂഹ
മാധ്യമത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ചർച്ച പ്രിയങ്കയെ മുഖ്യമന്ത്രിയാക്കാനാണ് രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞതെന്ന് പറഞ്ഞ് വലിയ ട്രോളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് വന്ന് പ്രിയങ്ക MP ആകുന്നു, അതുകൊണ്ട് മാത്രമാണ് കേരളത്തിന് ഇപ്പോൾ ഒരു വനിതാ MP ഉള്ളത്, ലോക്സഭയിലേക്ക് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ രീതിയിലൊക്കെയുള്ള ട്രോളുകളുണ്ട്. എന്തായാലും ഇന്ന് രാഹുൽ മലബാർ മേഖലയിലുണ്ട്, കണ്ണൂരിലും കോഴിക്കോടും ഒക്കെ ഉണ്ട്. ഒരു പക്ഷേ ഈ കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണം നൽകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ആത്മപരിശോധന നടത്തേണ്ടത്, എനിക്ക് തോന്നുന്നു എന്തൊക്കെ പറഞ്ഞാലും CPM-ൽ നിന്ന് ഒരു പക്ഷേ ഈ കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും എന്ന മുദ്രാവാക്യമൊക്കെ മുഴക്കിയെങ്കിലും പിന്നീട് ഗൗരിയല്ല ഭരിച്ചത് എന്നത് ചരിത്രമാണ്. പക്ഷേ ഉയർത്തി കാണിക്കാൻ ഒരു KR ഗൗരിയമ്മ ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ സുശീല ഗോപാലൻ ഉണ്ടായിരുന്നു, ഇപ്പോഴും KK ശൈലജയെ പോലുള്ള നേതാവുണ്ട്. മറുഭാഗത്ത് കോൺഗ്രസിനാകട്ടെ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തലമുറയ്ക്ക് ശേഷം അങ്ങനെ ഒരു വനിതാ നേതാവേ ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ലീലാ ദാമോദരനെ പോലെയുള്ള പേരുകൾ, കുട്ടിമാളു അമ്മയെ പോലെയുള്ള പേരുകൾ, നസീബ ഉമ്മാളിനെ പോലെയുള്ളവർ, അവരൊക്കെ മണ്ണടിഞ്ഞു പോകിയവർ ആണ്. അതിനുശേഷം യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ പവർഫുള്ളായ ഒരു വനിത കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിട്ടില്ല. പ്രധാനപ്പെട്ട വകുപ്പുകൾ മന്ത്രിസഭയിൽ ലഭിക്കാത്ത സാഹചര്യം. മന്ത്രിസഭയിൽ ഉൾപ്പെടുന്ന വനിതകളുടെ എണ്ണം തുലോം തുച്ഛമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ മന്ത്രിസഭകൾ എടുത്തു നോക്കിയാൽ കാണാം. കോൺഗ്രസിന്റെ ജയലക്ഷ്മി ഈ ഇടയ്ക്ക് തോറ്റത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതും ആ പാർട്ടിക്കെതിരെ തന്നെയുള്ള ഒരു വിമർശനമാണ് ജയലക്ഷ്മി ഉയർത്തിയിട്ടുള്ളത്. മന്ത്രിയായിട്ടൊക്കെ മത്സരിച്ചിട്ടുള്ള ഒരു വ്യക്തി അല്ല, മന്ത്രിയായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ മത്സര രംഗത്ത് നേരിട്ട തിരിച്ചടിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല, മത്സര രംഗത്തേക്ക് വരാൻ, സീറ്റ് ഉറപ്പിക്കാൻ പോലും കോൺഗ്രസിൽ എത്ര ബുദ്ധിമുട്ട് സംസ്ഥാനത്തെ വനിതാ നേതാക്കൾ നേരിടുന്നുണ്ട് എന്നൊരു സാഹചര്യമുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള പ്രാതിനിധ്യം മാത്രം കൊടുത്തുകൊണ്ട് വലിയ വാക്ക് രാഹുൽ പറയുമ്പോൾ അതിന് എത്ര ആത്മാർത്ഥത എന്ന ചോദ്യമാണ് പ്രധാനമായും എന്തായാലും ഉയരുന്നത്. എന്തായാലും പ്രേക്ഷകരെ ഇത് അവസാനിപ്പിക്കുമ്പോൾ 1956 കേരളം രൂപീകൃതമായതിനു ശേഷം ലോകത്താദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ജനാധിപത്യത്തിലൂടെ അധികാരത്തിലേറുമ്പോൾ 11 അംഗങ്ങൾ ഉള്ള ഒരു മന്ത്രിസഭയാണെന്ന് ചുമതലയേറ്റത്. ആ 11-ൽ ഒന്ന് വനിതയായിരുന്നുവെങ്കിൽ ഇപ്പോൾ കാലം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. നമ്മൾ എല്ലാ മേഖലയിലും മുന്നേറ്റം നടത്തുന്നു. വനിതാ മുന്നേറ്റം, വനിതാ ശാക്തീകരണം ഒക്കെ ചർച്ച ചെയ്യുമ്പോഴും ആ വനിതകളുടെ എണ്ണത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ മന്ത്രിസഭ കൂടുതൽ അംഗങ്ങൾക്ക് ഇടം നൽകി. ഇപ്പോൾ വീണ ജോർജ്, ചിഞ്ചുറാണി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു, ഇങ്ങനെ ഇടം നൽകുമ്പോൾ പോലും കരുത്തുറ്റ വനിതാമുഖങ്ങളെ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ടോ? എന്താണ് അഭിലാഷ്, ഇത് നമ്മളുടെ നിയമസഭയിൽ ഇതുവരെ 10% താഴെയാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്നത് കാണണം. 10% താഴെ മാത്രം പ്രാതിനിധ്യം ഉണ്ടായിട്ടുള്ളതാണ്. 50% വരെ അർഹതയുള്ള ഇടത്താണ് 10% താഴെ നിൽക്കുന്നത്. അത് 1996-ലായിരുന്നു 10% വരെ എത്തിയത്. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്തൊക്കെ അതിലും കുറവായിരുന്നു. ലോക്സഭയിലാണെങ്കിൽ 15% താഴെയാണ്. അപ്പോൾ ആ പ്രാതിനിധ്യം പോലും ഉറപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ ഇതുവരെ വനിതാ മുഖ്യമന്ത്രി ഇല്ല എന്ന് പറയുമ്പോൾ 1963-ലാണ് UP-യിൽ സുജേത കൃപലാനി ആദ്യ വനിതാ മുഖ്യമന്ത്രിയാകുന്നത്. അതിനുശേഷം നമ്മുടെ കേരളം എല്ലായിടത്തും വലിയ മേന്മ, എല്ലാ സൂചികകളിലും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ്. ആ ഇടത്താണ് ഈ ലിറ്ററസി റേറ്റിലായാലും എഡ്യൂക്കേഷൻ ലെവലിലായാലും ഒക്കെ സ്ത്രീകൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനത്താണ്. നമ്മളുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ 2 വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. തമിഴ്നാട് മുതൽ കശ്മീർ വരെ വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. അവിടെ സ്ത്രീകൾക്ക് മത്സരിക്കാൻ പോലും തുല്യ അവകാശം അവരുടെ സംരക്ഷിക്കപ്പെടുന്നില്ല. ഇത്തവണ തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനവും മറ്റ് സ്ത്രീ സംഘടനകളും ഒക്കെ ഈ കാര്യങ്ങൾ വളരെ ശക്തമായി തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് വനിതാ മുഖ്യമന്ത്രി സ്വപ്നം പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു സ്ത്രീകൾ മികച്ച കഴിവുള്ളവരാണ്, അവർ ദീർഘവീക്ഷണമുള്ളവരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ രാഹുൽ ഇപ്പോഴാണോ മനസ്സിലാക്കുന്നത്? അങ്ങനെ മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ ആ പ്രാതിനിധ്യം സ്ത്രീകൾക്ക് ഉറപ്പുവരുത്തുന്നില്ല? ആ ചോദ്യങ്ങൾക്ക് കൂടി രാഹുൽ മറുപടി പറയും. തീർച്ചയായും പാർട്ടിക്കകത്ത് നിന്ന് തന്നെ നേരത്തെ ശശി തരൂരിനെ പോലെയുള്ളവർ അത്തരം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഒരു പരിധിവരെയെങ്കിലും ഷമാ മുഹമ്മദിനെ പോലെയുള്ളവർ കലഹിച്ചിരുന്നു. എന്ത് തന്നെയാണെങ്കിലും രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ദേശീയ നേതാവ്, കോൺഗ്രസ് പോലെ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് കേരളത്തിൽ വന്നുകൊണ്ട് കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രിയാണ് സ്വപ്നമെന്ന് പറയുമ്പോൾ നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1/3 സംവരണം ഏർപ്പെടുത്തുകയും അങ്ങനെ നിരവധി ഭരണസിരാ കേന്ദ്രങ്ങൾ സ്ത്രീകളാൽ നയിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തുന്നതിനോ അവർക്ക് അനായാസം പ്രവർത്തിക്കുന്നതിനോ ഒരു വിലക്കും ഇല്ല എന്ന് നിൽക്കെ ആണ് അങ്ങനെ മുഖങ്ങൾ ഉയർത്തി കാണിക്കാൻ കോൺഗ്രസിനും സാധിക്കുന്നില്ല എന്നത് എടുത്തു പറയേണ്ടത്. അവർ ഒരു ആത്മപരിശോധന നടത്തൂ എന്ന് തന്നെയാണ് ന്യൂസ് ടെൻസിനും കോൺഗ്രസിന് മുന്നിലേക്ക് വെക്കാനുള്ള നിർദ്ദേശം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.